പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള ക്ലാസ് എടുക്കാൻ പോയി. അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ്. അവിടുത്തെ രാധിക ടീച്ചർ കുറച്ച് കാലമായിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, ഇവരോട് എങ്ങനെ സംസാരിക്കും, നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവുമോ. പലതരത്തിലായിരുന്നു, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ. അവരുടെ രക്ഷിതാക്കളെയും അവരെയും വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. രക്ഷിതാക്കളൊക്കെ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആവണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ സംസാരിക്കാമെന്ന് ഞാൻ ഏറ്റു. പക്ഷേ ക്ലാസ് 4 മണിക്കൂർ നീണ്ടു നിന്നു. എനിക്കും നിർത്താൻ തോന്നിയില്ല, നിർത്താൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയല്ലോ നിർത്താൻ, പെട്ടെന്ന് പോന്നു. പിന്നീട് ടീച്ചർ വിളിച്ചു പറഞ്ഞത്, ഈ കുട്ടികൾ ചിത്രം വരയ്ക്കുന്നവരും പാട്ട് പാടുന്നവരൊക്കെ ആയിട്ട് കഴിവുള്ളവർ ഉണ്ട്, അപ്പോൾ അവരുടെ കഴിവുകൾ കൂടി ഒന്ന് പ്രദർശിപ്പിച്ചാൽ നന്നായിരുന്നു, പുറത്തുള്ളവരൊക്കെ അറിയട്ടെ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ എത്തി ഷൂട്ട് ചെയ്യാനായിട്ട്. ആ വരവാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൻ്റെ കുറേ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അന്ന് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയില്ല. പേര് പറഞ്ഞ ഇതിലെ പാട്ട് പാടിയാലോ? ഒന്നും കൂടി പാടണം. യൂട്യൂബിൽ ഇട്ടുതരാം. അതല്ലേ പൂമുത്തോളെ എല്ലാ ദിവസവും വന്ന് കൊണ്ടുപോവാ. അതെ, ഡെയിലി ഡ്രൈവ് ചെയ്ത് വരും. എവിടെ സ്ഥലം? 70 കിലോമീറ്ററാണ് ഡെയിലി. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. അതെ. അയ്യോ, ഇതിനെന്താ അതെ, അമ്മയ്ക്ക് ഇടാനായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെയാ? ഒരു കാറ്റ് മൂളണ്, ഒരു കാറ്റിൻ നീണും കേക്കണ്, ഒരു കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ ഓലഞ്ഞാലി കിളിയേ. പൂമുത്തോളെ നീറിന്ന വയൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം മിണരല്ലേ മണിമുത്തേ കൺമണി. എന്താ കയ്യടി? ഇവിടുത്തെ കുട്ടികള് വരച്ചതും നിർമ്മിച്ചതും ആയ സംഗതികളാണ് ഇതൊക്കെ. എക്സലന്റ്. ആദര കനിമരം തോഹറസൂര് ആസരം തരം വരം ഐറാസബീര് അടിപൊളി. ഇന്നലെ തന്നെ അതെ ഒരു ചിരട്ട സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ആദർശം ഉണ്ടാക്കിയതാ? ഓ, ആ ആ ആ നീ ആ ഫ്രണ്ടിലിരുന്ന്. ഞാൻ ഇന്നലെ സുന്ദരൻ എന്ന് പറഞ്ഞ ആള് വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടെ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, നിന്നും പറന്ന കണ്ണൊരു വങ്കിളി മലത്തെങ്കിളി. ഇതാണ് ഷഫീഖ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എനിക്ക് സമ്മാനമായിട്ട് തന്നത് വരച്ചത് ഷഫീഖാണ്. ഷഫീഖിന്റെ സ്ഥലം എവിടെ? ഇത് ദൈവൻ വരച്ചതാ. ഇദ്ദേഹം ഇതുപോലെ തന്നെ പലരും ഇതിന്റെ ഉള്ളിൽ അവരൊക്കെ ഒന്ന് കാണിച്ച് ചെയ്ത കുറേ വർക്കുകളാണ് ഈ ഇരിക്കുന്നത്. അപ്പോ ഇവർക്ക് നമുക്കൊക്കെ വേണമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ ആ പൈസ ഇവർക്ക് നേരിട്ട് കിട്ടും. അങ്ങനെയല്ലേ? സാധനം മാറ്റിയാ സപ്പോർട്ട് കൂടിയപ്പോ സാധനം ഹിന്ദി പിടിച്ചു. ലോറിയൊക്കെ തകർത്തല്ലോ. അവൻ തന്നെ ഉണ്ടാക്കിയതാ. ഹെഡ്ലൈറ്റ് എന്താന്നറിയോ? പാരസെറ്റമോൾ ഗുളിക. ഇവര് ഭയങ്കര സൗഹൃദമായിരിക്കോ? ആണോ? സ്കൂളിലേക്ക് വരാന് കൂടുതൽ ഇഷ്ടം, അതോ നമ്മൾ സാധാരണ കുട്ടികളെ സ്കൂളിൽ വിട്ടാലാണല്ലോ വെക്കേഷൻ വേണ്ട? മുംബൈ കുച്ചാണ്ടേ പാണം കത്തുന്നുമ്മ, വയറ് പൊട്ടിച്ച് പാപ്പുണ്ടാക്കുന്നമ്മ. മറ്റുള്ള കുട്ടികൾക്ക് ചമ്മലല്ലേ ഉണ്ടാവുക അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ചമ്മലൊന്നുമില്ല അല്ലേ? ഈ നിർത്താനാണ് പാട്. ഓപ്പണാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ട്. ഞാന് മുതുകാടിന്റെ അവിടെ പോയിട്ട് ഇവരുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് പോയി.
ഒരു പാട്ടുകൾ പാടി കഴിഞ്ഞ് ഇവര് കൈയടിച്ചിട്ട് ഭയങ്കര സപ്പോർട്ടായിരിക്കും. എല്ലാവരെയും പിന്നെ കളിയാക്കലും സൈഡിലും അത് ഇതൊന്നും ഈ കുട്ടികൾക്കില്ല. ഇവിടെ പുറത്തുനിന്ന് വന്ന് സംസാരിക്കാൻ അങ്ങനെ ആളുകൾ വരും, അങ്ങനെ അനുമതിയൊക്കെ ഉണ്ടോ? പുറത്തുനിന്നുള്ള ഈ ചേട്ടന്മാരൊക്കെ വന്നിട്ട് പാട്ട് പാടുന്നതും അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ആണോ? എന്നാ അവരോട് ആ ക്യാമറയിൽ നോക്കിട്ട് പറ, നിങ്ങളൊക്കെ വായോ എന്നൊക്കെ പറ. എനിക്ക് അയ്യോ അല്ല, ഞാൻ ചോദിക്കുന്നേ ഇങ്ങനെ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഇവർക്ക് ഇഷ്ടമാണെന്ന്. ഇഷ്ടമാണ് ആണ്. അതോ വന്നു ജോയിൻ ചെയ്തു, നമ്മളായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം. നീ വീഡിയോ കാണാറുണ്ടോ? സാർ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ, വീഡിയോ കണ്ടിട്ടുണ്ട്. സോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമോ? ഞാൻ ചോദിക്കാം, ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ തന്നെയല്ലേ ഏകദേശമൊക്കെ അല്ലേ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു സാർ. ഈ ലിപ്പ് മൂവ്മെന്റ് ആണോ? ലിപ്പ് മൂവ്മെന്റ് നോക്കും, രണ്ടൊന്നുണ്ട്. സൈൻ നോക്കുന്ന ആൾക്കാരുണ്ട്, ലിപ്പ് മൂവ്മെന്റ് ഉണ്ട്. അതാരാ? ഇവിടെ ഉണ്ടായിരുന്നോ? ക്ലാസ് എടുക്കാനുള്ള പ്രചോദനം സാറിന്റെ ക്ലാസ് ആണെന്നാ പറഞ്ഞത്. അതെ, ഇവിടെ ആർട്ടിഫിഷ്യൽ ക്ലാസ് എടുക്കട്ടെ ജയവാര്. റോഡ് സേഫ്റ്റി ട്രെയിനറാണ്. ഹോണ്ടന്റെ CSR ഇനിഷ്യേറ്റീവാ, സേഫ്റ്റി ഇന്ത്യ എന്ന് പറഞ്ഞ ഡിവിഷനാണ്. സാറിന്റെ എല്ലാ വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കും. അല്ല, ഒരു ക്ലാസ് എങ്ങനെ ഉഷാറായി കൊണ്ടുപോകാന്നുള്ളതല്ലേ. ബസ് നമുക്ക് അവിടെ നിർത്തിത്തരാത്ത സ്റ്റോപ്പില് സ്കൂൾ കുട്ടികൾ, നമ്മൾ അങ്ങോട്ട് സ്കൂൾ കുട്ടികൾ SC കുട്ടികൾ അമ്പിന്റെ അത്തൽക്കലാണ് കൊണ്ടുവച്ച് നിർത്തുന്നത്. പ്രൈവറ്റ് ബസ്സോ? പ്രൈവറ്റ് ബസ് ഇവിടെ നിർത്തൂല. ഇത് മുക്കം NIT പോണ ബസ്സാണ്. ഒന്ന് അത് താമരശ്ശേരി കൊടുവള്ളി RT ഓഫീസിലെ ആളല്ലേ ഇത്? അതെ, അദ്ദേഹം ഇന്ന് ഭയങ്കര യാദൃശ്ചികതകളാണ് ഇന്ന് അല്ലേ സാർ? RT ഓഫീസിലല്ലേ? ഞാനവിടെ ക്ലാസ് എടുക്കുന്ന ആളാണ്. നമുക്ക് ഈ ഒരു കാര്യം അവിടെ സാറിനടുത്ത് പറയാം. കംപ്ലൈന്റ് ഒന്നും ആക്കണ്ട. അവര് ഓരോ ധൃതിയുടെ ഒരു മിനിറ്റ് ഒക്കെ വൈകി കഴിഞ്ഞാൽ അവർക്കും ടെൻഷനാ, ഈ ബസ്സുകാർക്കും. അപ്പോ ബാക്കിലൊരു വണ്ടി ഒപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മത്സരങ്ങളാണ്. അവർക്കും അതിൻ്റെതായ ഭയങ്കര ടെൻഷനുള്ളവരായി ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ. അല്ല, ഇതാ ചെയിൻ സോങ് അല്ലേ? ഇതാണ് പോരാളി. കൈയെടുത്ത് കൊടുത്തോ. അതായത് മറ്റവര് 5 പോയപ്പോ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു എന്നാണ്. ജീവിതം അങ്ങനെ തീരുന്നില്ല അല്ലേ മേഡം? ഞാൻ ആ മെസ്സേജ് പറയാനായി കളിപ്പിച്ചത്. തീരുന്നില്ല. നോക്കൂ, ഒരു മെസ്സേജ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. നോക്കൂ, ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ജീവിതം. ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ്. എൻ്റെ പ്രശ്നങ്ങളാണ് വലുത്, എൻ്റെ ജീവിതം ചെറുതാണ്. ഇതാ കഴിഞ്ഞ ദിവസം മാത്രം 5 or 6 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇന്നലെ 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ ഗെയിം കളിച്ചിട്ട്, ഒരുത്തൻ അവൻ്റെ കൂട്ടുകാരൻ ഗെയിം കളിക്കാൻ ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു, സാറേ എല്ലാ പിള്ളേരും പാനിക്കാണ്. ഞാൻ വീഡിയോ കൽപ്പിച്ചു തരാം. അവരെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള 30ഓളം കുട്ടികൾ പോലീസ് സെർച്ച്, അതായത് നിരീക്ഷണത്തിലാണ് ഈ ഗെയിം കളിച്ചിട്ട്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അയാൾ പറയുന്ന ടാസ്കുകൾ ചെയ്തിട്ട് കോളേജ് കുട്ടികളാണെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നല്ല ബുദ്ധിയും ബോധമുള്ള വിവരം കുറച്ച് കൂടുതലുള്ള, അങ്ങനെ പറയണ്ടേ, ആ കുട്ടികൾ ആത്മഹത്യാ മുനമ്പിലാണ് അല്ലേ മിസ്? അതായത് ഈ ചെറിയ കാര്യത്തിനൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ആത്മഹത്യ എന്ന് പറഞ്ഞ നമ്മൾ ജീവിതം പോരാടാനുള്ളതാണ് അല്ലേ? നമ്മളൊക്കെ പോരാളികളാണ്.
വേറെ ഏത് രക്ഷിതാക്കളെക്കാളും കൂടുതൽ പോരാട്ടവീര്യമുള്ള രക്ഷിതാക്കളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്നത് പോരാട്ടവീര്യം. നമ്മൾ നല്ല കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം, നല്ല കാര്യങ്ങൾ പരസ്യമായി പറയണം, മോശം കാര്യങ്ങൾ സ്വകാര്യമായിട്ട് പറയണം. മനസ്സിലായോ? മക്കളെ അതെ, നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണത്. മിടുക്കന നമ്മൾ നേരെ തിരിച്ചേ ചെയ്യാം. ബേൻ എങ്ങനെ പറഞ്ഞാണോ എൻ്റെ വയറ്റിൽ, അതല്ല പറയേണ്ടത്. നല്ലത് മുഖത്ത് നോക്കി പറയണം, മോശം കാര്യങ്ങൾ സ്വകാര്യമായിട്ട് പറയണം. അങ്ങനെ വേണ്ടത് അല്ലേ? പറ, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്? 2-3 പേര് പറഞ്ഞേ പെട്ടെന്ന്. നല്ല സമാധാനമാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ. ഇവിടെ റെസിഡൻഷ്യൽ ആണോ? കണ്ടോ? എല്ലാ പാവത്തിന്റെ മേലേക്ക് കിട്ടോ. അവര് പറഞ്ഞാ ഇവിടുന്നാണ്ട് കൊടുത്താൽ സമാധാനമായിട്ടിരിക്കാം. ഓക്കെ, തമാശക്ക് പറഞ്ഞ കേട്ടോ ഞാൻ. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഈ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മോൻ്റെ അമ്മയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ സാറ് എന്താ പറയുക, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ഇവിടെ വന്നൊരു ക്ലാസ് എടുത്തുന്ന സമയം ഇപ്പം നിർത്തും എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ചങ്കിലിങ്ങനെ ഇടിപ്പായിരുന്നു. സാറ് നിർത്തല്ലേ എന്ന് ആലോചിച്ച് സങ്കടമായിരുന്നു. ഇവിടുന്ന് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, അയ്യോ ഞങ്ങൾക്കൊക്കെ സങ്കടമാവുക സാറിന് ക്ലാസ് ഇപ്പം നിന്നു അത് എന്നെ പോലെ തന്നെ ഓരോ പേരൻറ്റും വിഷമത്തോടെ പറയാം, സാറിപ്പം നിർത്തി പോവല്ലോ, നിർത്താനുള്ള സമയം 4 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. അത്രയും സന്തോഷം. എന്താണ് ഇത്രയും നല്ലൊരു മോട്ടിവേഷൻ ഞങ്ങൾക്ക് കിട്ടിയതിൽ. വന്ന ആളെയല്ല, വരുന്ന സമയത്ത് നമുക്ക് ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും. ഇവിടെ വന്ന് സാറിൻ്റെ ക്ലാസ് കേട്ട് എല്ലാവരും സ്വയം മറന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാറിന്റെ ക്ലാസ് ഉപകരിക്കും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ മൊത്തം ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു കൂട്ടായ്മയാണ്. നമ്മൾ ഇതുപോലെ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഫ്രീ ആയിട്ട് എന്തൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 35 ആള് രാവിലെ തലേദിവസം തൊട്ട് പിറ്റേ ദിവസം രാത്രി വരെ. അതെ, 35 ആള് ചേർന്ന് എല്ലാ ജില്ലയിലുള്ള ആൾക്കാരുണ്ട്. അതെ, പല സ്ഥലത്തും ഇതുപോലെ ചെയ്യുന്നുള്ളു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആൾക്കാരും. എക്സലന്റ്, വലിയ കാര്യമില്ല. നമ്മളെ വീഡിയോ ഇടണം കേട്ടോ. കണ്ടല്ലോ കാര്യങ്ങളൊക്കെ, എത്രമാത്രം കഴിവുള്ളവരാണ് നമ്മുടെ ഈ കുട്ടികളെന്ന്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വെറുതെ വിളിക്കുന്നതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കുട്ടികളാണ്. അവർക്ക് കഴിവുള്ളവരാണ്. നമ്മളെക്കാൾ കഴിവുണ്ട് അവർക്ക്, നമ്മളെക്കാൾ സ്നേഹമുണ്ട്. നമ്മൾ ഉള്ള പോലെ ഒരു കള്ളത്തരം അവർക്കില്ല. ആ കുട്ടികൾക്ക് 100 പ്രാവശ്യം കേട്ട പാട്ടായിരിക്കും അവരുടെ കൂട്ടുകാർ പാടിയത്, എന്നാലും അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയുടെ അങ്ങേ അറ്റാണ് അവർ. നന്നായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ലാസ്. പിന്നെ അവർക്ക് ഇതേപോലത്തെ ഒരു ക്ലാസ് ഇന്നുവരെയും കിട്ടിയിട്ടില്ല എന്ന് വരെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അവരാ സ്നേഹവും ആ പ്രകടിപ്പിക്കലും കയ്യടിയിലും കെട്ടിപ്പിടുത്തവും ചിരിയും ഒക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇവരെ ഒന്ന് വന്ന് കാണുക, സംസാരിക്കുക, പാട്ട് പാടുക, അവരുടെ കൂടെ കളിക്കുക. സാധിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക. സാധിക്കുന്നവരൊക്കെ ഇവർ വരച്ച സാധനങ്ങളൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കുക. ആ പൈസ ആ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു.